ഗൈസ് അങ്ങനെ നമുക്ക് പുതിയൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയേക്കാണ്. നമുക്ക് നേരെ ഓഫീസിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, സാറ് പറഞ്ഞിരിക്കുന്നത് പുറകിൽ വണ്ടി ഉണ്ടെന്നാണ്. ഓക്കെ, ഇവിടെ വണ്ടിയുണ്ട്. ഈ വണ്ടി എടുത്ത് ജുറാസിക് പാർക്കിലോട്ട് വിടാനാണ് പറഞ്ഞത്. അവിടെയാണ് നമുക്കിന്ന് ജോലി ഗൈസ്. അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡൈനോസസിനെ മാത്രം നശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈനോസസ് ഇപ്പം ഈ നാട്ടിലൊക്കെ കയറി മേയുന്നുണ്ട്. സോ കാട്ടാനകളോ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപട്ടി, കാട്ടുപൂച്ചയൊക്കെ ഉണ്ടാവില്ലേ, ഒന്നും ചെയ്യേണ്ട, വിട്ടേക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് നേരെ ജുറാസിക് പാർക്കിലോട്ട് വിടാം. ഗൈസ് അങ്ങനെ നമ്മളിത് ജുറാസിക് പാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ എക്സിറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എത്ര പാടുപെടുന്ന അറിഞ്ഞൂടെ ഗൈസ്. നമുക്ക് ആദ്യം തന്നെ നേരെ വിടാം. നമുക്ക് ആവശ്യത്തിലധികം വെപ്പൺസ് തന്നിട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വണ്ടി കുറച്ച് സ്ലോയിൽ വിടാം. മരത്തിൽ വല്ലതും പോയി ഇടിച്ചാൽ പിന്നെ വണ്ടിക്ക് ഡാമേജ് ആയി ഭയങ്കര പണിയായിരിക്കും ഗൈസ്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരു കുഴിയിൽ മുട്ട കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ആകെ നശിപ്പിക്കണം, ഇല്ല ഇനിയും ഡൈനോസർ ഇവിടെ കുറേ കൂടി വരും. ഇപ്പോൾ തന്നെ ഈ നാട്ടിൽ ഡൈനോസറിൻ്റെ ശല്യമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ആ മുട്ട അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡൈനോസറിനായിട്ട് തീർക്കണം. നാട്ടിലിപ്പോൾ ഡൈനോസർ ഇറങ്ങി ഭയങ്കര കളിയാണ്. അതാ ഗൈസ്, ഒരെണ്ണത്തിന് കിട്ടി. ഇതിപ്പോൾ നമ്മളെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതെ ഗൈസ്, നമ്മൾ മുട്ട പൊട്ടിച്ച് ദേഷ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെടിവെപ്പ് തുടങ്ങണം. കുറച്ച് ദൂരോട്ട് മാറിയിരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ഇറങ്ങാം. നമുക്കിവിടെ നിന്ന് ആക്രമിക്കാം ഗൈസ്, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഡാമേജ് പറ്റും. ഓക്കെ ഗൈസ്, അതിനെങ്ങനെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിനെ പിടിക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ കാട്ടാനല്ലേ ഗൈസ് ഇത്? അത് ഗൈസ് കാട്ടാനയാണ്. ഇത് വലിയ സീനില്ല. അയ്യോ ഗൈസ്, കാട്ടാന ആക്രമിക്കാൻ തുടങ്ങി. ഇത് പാവമാണെന്നാണല്ലോ വിചാരിച്ചത്. പാവം തന്നെയാണ് ഗൈസ്, ഇതൊന്നും ചെയ്യില്ല. ആനകളെ നമുക്ക് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഡൈനോസറാണ് നശിച്ച് എല്ലാം നശിപ്പിക്കണത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡൈനോസറിനെ മാത്രം ഊഴം വെച്ചിരിക്കണേ. ഗൈസ്, 2 കാട്ടാന ഒരുമിച്ച് ഇതായിരിക്കുന്നു. 2 എണ്ണവും കാണാൻ നല്ല രസമുണ്ടല്ലേ. നമുക്ക് ഡൈനോസറിനെ തട്ടാനാണ് ഗൈസ് ജോലി വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് കാട്ടാനെ പോയി, അയ്യോ ഗൈസ്, ഡൈനോസർ കാട്ടാനെ പോയി തട്ടി വെറുതെ പണി മേടിക്കണ്ട, പണി കളയണ്ട. എൻ്റെ ഗൈസ് അത്യാവശ്യം നല്ല വലുതായി. ഇതായിരിക്കും. ഈ മരത്തിൻ്റെ ഇവിടെ കിടക്കട്ടെ ഗൈസ്. നമുക്ക് വേഗം വെപ്പൺ എടുത്ത് ആക്രമിക്കാൻ തുടങ്ങാം. ഗൈസ്, ഭാഗ്യം കൊണ്ട് ഒരു വെടിക്ക് തന്നെ തീർന്നു കിട്ടിട്ടോ. നമുക്കിനി അടുത്തതിൽ തപ്പാം. ഗൈസ്, നിങ്ങൾ കണ്ടോ ബഫലോയും ആനയും. ഗൈസ്, ഇവിടെ കുറേ നേരം കൊണ്ട് ഞാൻ തപ്പി, വേറെ ഈ ഡൈനോസസിനെ ഒന്നും കാണുന്നില്ല. സോ നമുക്കിനി പുറത്തിറങ്ങാം, നേരെ ഓഫീസിലോട്ട് വിടാം. ഗൈസ്, അങ്ങനെ പുറത്തിറങ്ങാനുള്ള വഴി കണ്ടുപിടിച്ചേക്കാണ്. ഇനി നമുക്ക് നേരെ ഓഫീസിലോട്ട് വിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ജോലി ഇവിടെ വെച്ച് തീരുകയാണ്.